വാ ഓക്കെ ഓക്കെ ബർത്ത്ഡേ സൈബ തൊപ്പി ഓരോന്നില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം. ഈ ബർത്ത്ഡേ വന്നപ്പോ ഓന് ഓടിച്ചാടി ഗിഫ്റ്റ് ഒക്കെ മേടിച്ചാ പറഞ്ഞു. എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും മുറിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ സൈബ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെ, സൈബന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഫ്രണ്ടിന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ. ഫ്രണ്ടിന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ. ആ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് നമ്മള് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടോ പോവല്ലേ? റെഡി? എന്റെ ഫ്രണ്ടിന്റെ വകയത്തെ അനിയത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെ വീടിന്റെ അടുത്താട്ടോ പോരാ. അപ്പൊ ഇനിയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓടി വിളിച്ചിട്ടുള്ളൂ. അപ്പം ഈ ബർത്ത്ഡേ വന്നപ്പോ ഓന് ഓടിച്ചാടി ഗിഫ്റ്റ് ഒക്കെ മേടിച്ചാ പറഞ്ഞു. എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും മുറിച്ചിട്ടില്ല. എന്താ ഇല്ല, അത് അന്ന് തിരക്ക് പറയണില്ല. അപ്പൊ സ്വന്തം അനിയത്തിമാരെ ബർത്ത്ഡേ ഒക്കെ ആവുമ്പോ ഒന്ന് കേക്കോ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് എങ്കിലൊക്കെ മതിയേ. കഴിഞ്ഞ പ്രാവശ്യം സൈക്കിൾ വന്ന് പോട്ടെ, പ്രാവശ്യം എന്താ തന്നെ ഒന്നും വന്നിട്ടില്ല. സൈക്കിള് വലിയ ഗിഫ്റ്റ് ആയതുകൊണ്ട് അത് ഈ പ്രാവശ്യത്തേക്ക് കൂടി ആഡ് ചെയ്യാലോ? പറ്റൂല, ഇപ്രാവശ്യത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. ഇപ്രാവശ്യം പുതിയ തന്നെ മേടിച്ചിരുന്നേ. ഇപ്രാവശ്യക്ക് 10ാം വയസ്സാണ് ഗൈസ്, അത് ഓർക്കണം. 10ാം ക്ലാസ്സാണ്? 10ാം വയസ്സ് അത് നിങ്ങൾ ഓർക്കണം. 10ാം വയസ്സിലേക്ക് ഒരു വലിയ ഗിഫ്റ്റ് എങ്കിലും വേണമെന്നില്ല, ചെറിയ ഗിഫ്റ്റ് മതി. അത് ഓന് സ്വന്തം അനിയത്തിയാണ്. ഇത് ഏതോ ഒരു നമ്മളെ നൈബറിന്റെ ബർത്ത്ഡേക്ക് ഓന് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതിപ്പോ ഈ പറഞ്ഞിട്ടല്ലേ? സാരില്ല, ഇതിപ്പോ എന്റെ കുറ്റായാ? എന്റെ കുറ്റാണ്. അടച്ചോനെ, ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ എനിക്കും മേടിക്കാമോ? ആദ്യം ഇപ്പൊ ഈ പരിപാടി നടക്കട്ടെ. ഓക്കെ, ഗിഫ്റ്റ് വാങ്ങുന്ന ഷോപ്പിൽ എത്തിയില്ലേ സൈബ? ഇറങ്ങി ചെല്ല്. ഒരു പരിപാടി കഴിയട്ടെ. ഒരു ഡോറിനെ ഫിക്സ് ചെയ്ത്. ഓക്കെ, എന്തേ എന്റെ ബർത്ത്ഡേ ഇപ്പൊ മാർച്ച് 13 കഴിഞ്ഞു. അപ്പൊ കേക്കും ഗിഫ്റ്റും ഒന്നും കിട്ടിയില്ല. അപ്പൊ തൽക്കാലം ഇപ്പൊ അത് കഴിഞ്ഞില്ല, അടുത്തേന് നോക്കാം നമുക്ക്. ചെയ്യാൻ പറഞ്ഞു ശിവ. കുറയ്ക്കണ്ട, എല്ലാം വെച്ചാല് ഓക്കെ അല്ലേ? എന്റെ അടുത്ത ബർത്ത്ഡേ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് മുന്നത്തെ നമ്മള് സൈക്കിള് സെറ്റ് ചെയ്തില്ലേ? സൈബ ഇപ്പം വേറെ ആളതാണ്, അന്റതല്ലോ. ഇന്റത് കഴിഞ്ഞല്ലോ, അപ്പൊ എനിക്കൊക്കെ തരാമായിരുന്നു. എനിക്ക് തരാമായിരുന്നു. അല്ല തരാ, അന്ന് തിരക്കായിട്ടല്ലേ? അതിന്റെ മുന്നത്തെ അതൊക്കെ നമ്മള് ചെയ്തല്ലേ? എന്തോ ഇന്ന് മാത്രം എന്തോ ഒരു കുഴപ്പം. അതല്ലേ ഒരു അഡ്ജസ്റ്റ് ചെയ്യേ. അഡ്ജസ്റ്റ് ഒന്നുമില്ല, ഒരു അഡ്ജസ്റ്റും ഇല്ല. എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് എങ്കിലും മേടിച്ചു തരണം. മേടിച്ചു തരായിരുന്നു. ഇപ്പൊ അവിടുന്ന് പോന്നില്ലേ? ഇപ്പൊ എന്തായാലും 12:30 ടൈം ആയിട്ടുണ്ട്. വേഗം നമുക്ക് അത് കൊണ്ടേ കൊടുക്കാം. മേടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇവനെ കോലം ഇതല്ലായിരിക്കും. എന്റെ മുഖത്തിന്റെ ഷേപ്പ് ആകെ മാറ്റിത്തരും. അനക്ക് എന്റെ അടുത്തുനിന്ന് ഒരു പണി കിട്ടും. ആണോ? അപ്പൊ ഇത് വെച്ചിട്ടാണ് എല്ലാരും ഭീഷണിപ്പെടുത്തുന്നല്ലേ? താടി ഇത്തിരി കൂടി ഉണ്ടല്ലോ, താടിയും ആ മീശയും കൂടി വരും. അങ്ങനൊക്കെ അങ്ങനെ പറയൂ. നിങ്ങള് പറയണ മാതിരി തന്നെ ഞാന് ഓൾക്ക് ഒരു പണിയും കൂടി കൊടുക്കും. നീ തന്നില്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. മീശ മോനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്നുണ്ടെങ്കിലും മീശല്ലെങ്കിലും നമുക്ക് താടി എന്തായാലും പഠിക്കും. തോന്നുന്നുണ്ട്. തുറക്കുന്നുണ്ട്. എന്താണ് എനിക്കൊരു ശൂരത? എന്താണ് എന്താ കാര്യം? കാര്യം എന്താ പറയും? പറയ്, എന്താന്നുള്ളത് പറയ്. ഒന്നുമില്ല.
ഒന്നുമില്ല. ഇവിടെ ബർത്ത്ഡേ ഇപ്പൊ ആ കുട്ടിന്റെ അല്ല, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ല ഓൾറെഡി. സൈബ പറയ് ഉമ്മ, ഇതിപ്പോ നല്ലൊരു കഥ. ഇതെന്താ വിളിച്ചു? അതാ അടച്ച് വാതിലടച്ച് തുറക്ക് സൈബ. ഇപ്പൊക്കെ ഇവിടെ വിളിച്ചിട്ട് ഇവിടുന്ന് തുറക്കണില്ല, വാതില് ഉച്ചക്ക് തുറക്കണില്ല. അപ്പൊ തുറക്ക്. അപ്പൊ ഇനി എനിക്കുണ്ടാവും ചിലപ്പോ കത്ത്. തുറക്ക് തുറക്ക്. ഇപ്പൊക്കെ വന്ന് കത്ത്, ഇപ്പൊക്കെ വന്ന് കത്ത്. എന്ത്? ആ ഒരു മിനിറ്റ്, ഞാനിക്കുള്ള കത്ത് കത്തുണ്ട്. ഇതാർക്ക് ഇപ്പൊക്കുള്ളതാ? ഇതിപ്പൊക്കുള്ളത് എന്താ നോക്ക്. ഞാൻ ഇനി ഒരിക്കലും പുറത്തു വരില്ല, പാവം കുട്ടിയാണല്ലോ. എനിക്ക് കത്തുണ്ടോ? എനിക്കാ ഇത് കൊറേ ഇതെന്താണ്? ഇതൊന്ന് വായിച്ചാൽ മറിയാം. നിങ്ങൾ എന്നെ കളിയായത് കൊണ്ടാണ് എനിഞ്ഞാ പുറത്തു വരാ എനിക്ക് ടെട്ടി മേടിച്ചു തരണം. ഇനി ഞാൻ പറയുന്ന പോലെ എന്താണ് ഇതിപ്പോ നിങ്ങൾ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ പുറത്തു വരാത്തത്. തർജിമ ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. എനിക്ക് ടെടി മേടിച്ചു തന്നാല് ഞാൻ പറയുന്ന പോലത്തെ ടെടി മേടിച്ചെന്നാ പുറത്ത് വരാതെ. ഇങ്ങനെ വിളിച്ച് ഇടങ്ങാറാക്കിയപ്പോ പെട്ടെന്ന് എടുത്ത തീരുമാനം അത്. ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനം. ഇത് വ്യക്തമാണ്. ഇത് വ്യക്തമാണ്, കാരണം ഇത് പെട്ടെന്നല്ല. ഇത് കാരണം തീരുമാനിച്ച് എഴുതിയിട്ട് ഇട്ടതായിരുന്നു. അപ്പത്തിന് അപ്പന്റെ വിളി. എന്റെ ബർത്ത്ഡേ അല്ലല്ലോ ഇപ്പോ. വകേരെ ഫ്രണ്ട് ബർത്ത്ഡേ ഒന്നല്ലല്ലോ. എന്തിനാണ്? കേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാ. ഇതിപ്പോ ബർത്ത്ഡേ എന്റേതാണോ ഓളതാണോ? സൈബ അതൊക്കെ എന്താണ്? അത് ശരിയാണോ മറിയ? മറിയ, ഓൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടാവും, ഇവൾക്ക് ഒറ്റൊന്നേ കിട്ടണുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? ഇത് ചെയ്യണ്ട. ഈ പറ, അസൂയപ്പെടാൻ പാടില്ല. ഓൾക്ക് കിട്ടിക്കോട്ടെ, എനിക്ക് വേറെ തരൂ. എന്താ ചെയ്യാ? അത് ഇപ്പൊ തൽക്കാലം ഇപ്പൊ മുഖൊക്കെ ഒന്ന് തുടച്ചിട്ട് ഈ പൈസയില് അത് നമുക്ക് ഡീലാക്കാം. ഈ തന്ന അഗ്രിമെന്റ് ഉണ്ടല്ലോ, അതിൽ നമ്മള് ഇതാക്കിയല്ലോ. ഇതൊക്കെ ഇരിക്കാനല്ലോ, കുട്ടികള് വരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയല്ലോ. തൽക്കാലം ഇപ്പൊ ഇത് കൊണ്ടേ കൊടുക്ക് ട്ടാ. പരിപാടി ടൈം കഴിഞ്ഞിട്ട് എനിക്ക് വാങ്ങും. പരിപാടി സീബ് കൊണ്ടേ കൊടുക്ക ആൾക്കാരെ. ഇത് പരിപാടി ടൈം കഴിഞ്ഞിക്കണ്. ഓ, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞതല്ലേ? എന്തേ? എല്ലാത്തൊരു കഷ്ടാണ്ട് ദിവസം ഇവിടെ ഒരു പരിപാടിക്കും പറഞ്ഞേക്കണ്ട. ഇതെന്താ അവസ്ഥ? ഒരു ബർത്ത്ഡേക്കും പരിപാടിക്കും ഒന്നും ഓളെ പറഞ്ഞേക്കണ്ട, നമുക്ക് പോയി തരിക നല്ലത്. കാരണം സാധനം കൊണ്ടേ കൊടുക്കൂല, അതും കട്ടനെ കൊണ്ടുവരും. ഇതെന്താണ് എന്തായിരുന്നു വെച്ച മുട്ടായിന്റെ കേസ്? നാളെ അതേ അവസ്ഥ ആവുമോ? NSS മുട്ടായി ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങി കൊടുത്തിട്ട് മുട്ടായി അവിടെ കൊടുത്തില്ല. കുറച്ച് ആര്യ ടീച്ചറെ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിക്കാണ്ട് ബാക്കി ഏറ്റും കിട്ടുന്ന പോകുന്നു. പകുതി മുക്കാലും ഉണ്ട് കവറില്. ഇതെന്താ വെച്ചാൽ പറയാ, ബസ്സിൽ കൊടുത്തിട്ടില്ല. ബസ്സിൽ കൊടുക്കാനും കണ്ട് ഇപ്പനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഓൾക്കരെ തിന്നാൻ വേണ്ടിട്ട് തിരിച്ചോണ്ട് വരെ കൊണ്ടുവന്നിട്ട് ഓളെ നിന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ ഓൾക്കൊരു തോന്നലല്ലേ എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ത് സാധനം അങ്ങനെ തന്നെ. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ വേണ്ടാത്തത്. ഇതിപ്പോ എനിക്ക് പണിയാവും തോന്നുന്നുണ്ട്. പണിയായി എനിക്ക്. ഒരു ബർത്ത്ഡേക്ക് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് പുലിവാല് പിടിച്ച ആദ്യത്തെ മനുഷ്യൻ ഞാനായിരിക്കും അല്ലേ? ഒരാൾക്കൊരു നന്മ ചെയ്യാൻ പറ്റില്ല, പിണക്കം മാറ്റാൻ വേണ്ടിട്ട്. അതെ, പിണക്കും. അതായത് ഓൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു. ആ പരിപാടിയിൽ നിന്ന് ഓള് വരുമ്പോത്തിന് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് ആ ഒരു പരാതി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനും റോഷനും ഇവിടെ ഇല്ല. റാഷി ഇവിടെ എന്തോ വർക്കിലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആരും ഓർമ്മ ഉണ്ടായിരുന്നു നമുക്ക് നടത്തണം എന്ന്, നമ്മൾ ഗ്രാൻഡ് ആയിട്ട് നടത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ആ സമയത്ത് നമ്മൾ കൊച്ചിയിലെങ്ങാണ്ടായിരുന്നു, വർക്കിന്റെ ആവശ്യത്തിന് പോയത്. അപ്പൊ അതാണ് പറ്റാഞ്ഞത്. അപ്പൊ ആ ഒരു പിണക്കം എന്തായാലും കേക്കട്ടെ. ഓളൊരു ആഗ്രഹമല്ലേ, നമ്മളെ കുഞ്ഞു പെങ്ങളല്ലേ, ഒന്ന് ചെയ്തേക്കെ അല്ലേ? ഒരു ബർത്ത്ഡേന്റെ തൊപ്പി. ഓക്കെ, ഒരു തൊപ്പി എടുത്തോ.
പിന്നെ മറ്റേ ഇതുണ്ടടാ എന്തായിരുന്നു ഒരു ഗിഫ്റ്റ് ചെറുത് കൊടുത്താൽ മതി. എന്താ കൊടുക്കണ്ടേ? എന്താണ് ഒരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് സാധനം ഉണ്ടോ? ഇത് കൊള്ളാം. സൈബക്ക് എത്ര വയസ്സാ? 2 വയസ്സാ? 2 വയസ്സ്. അതെ, 2 വയസ്സിന്റെ സ്വഭാവമാണല്ലോ ഇപ്പൊ ഉള്ളത്. അപ്പൊ അതിന് ഇത് കൊടുക്കാം. അല്ലെങ്കിൽ കിൽക്കാൻ പെട്ടി, ഒരു കിൽക്കാൻ പെട്ടി ഉണ്ടോ? പഴയ ഇങ്ങനെ ഒഴിവാക്കിയ മരുന്ന് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കിയിട്ട് പോക്ക് കൊടുക്കും. അത് വെച്ചിട്ട് അവള് കളിക്കല്. എന്നിട്ട് ഇപ്പൊ ഉപയോഗിച്ച് ഒഴിവാക്കിയ ടാബ്ലറ്റിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് അവള് ഡോക്ടർ സെറ്റ് കളിക്കലുണ്ട്. ഞാനും അവളും കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്താൽ ചിലപ്പോ ഹാപ്പി ആവാൻ ഡോക്ടർ സെറ്റ് ആക്കാം നമുക്ക്. ആകരിച്ച സാധനം ഇത് രസമുണ്ടല്ലോ. എന്താ ഇത്? ഡോക്ടർ സെറ്റാ? നല്ല ഭംഗിയുണ്ടാ. ഇത് കൊള്ളാല്ലേ? ഇത് നല്ല ഹാപ്പി ആവുണ്ടാവും കണ്ടാല്. പാടിക്ക്. അപ്പൊ സൈബക്ക് ഇതാ സിംഗി പറഞ്ഞു ഓൾക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല. നമ്മൾ വിചാരിച്ചു കുറച്ച് ഫണ്ണി ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇതാ ഓളെ ഇളച്ചിയല്ല മുത്തച്ചി അല്ലേ? ഓളെ മനസ്സറിയുന്ന മുത്തച്ചി. ഇത് കൊടുത്ത ഓള് ഉറപ്പായിട്ട് ഹാപ്പി ആവും. നോക്കിക്കോ, ഭയങ്കര സ്നേഹമായിരിക്കും നിന്റെ അടുത്ത്. ആണല്ലേ? വിത്ത് പെട്ടി. ആർക്കും ഇങ്ങനെ കാണാത്തൊരു സംഭവല്ലേ. നമുക്കൊക്കെ ഡോക്ടർ മേക്കപ്പ് ഇടാൻ മറന്നുപോയാ? ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും പോയി. പിന്നെ നമ്മ പെട്ടെന്ന് ഇറങ്ങിയതല്ലേ. അതായത് പിന്നെ നമ്മുടെ സർപ്രൈസ് മറക്കണ്ട പറഞ്ഞേക്ക്. നമ്മുടെ സർപ്രൈസ് മറക്കണ്ട കേട്ടോ. അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് അതിന്റെ രണ്ടാമത്തെ അല്ലേ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ 7-8 നമ്മൾ അതിന്റെ തിരക്കുണ്ടാവും. വെയിറ്റ് ചെയ്യാല്ലേ. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങള് ഒരു കൊല്ലമായിട്ട് ഇതിന്റെ പുറകെയാണ്. ആ ഒരു സംഭവത്തിന്റെ പുറകെയാണ്. ആ ഒരു കൊല്ലത്തിൽ ഇപ്പോഴും ഞങ്ങള് സ്റ്റിൽ അല്ലേ, നമ്മളെ കല്യാണത്തിന്റെ ടൈം കഴിഞ്ഞ പാടെ ഇറക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതില് പുറകെ ഭയങ്കര അടിപൊളിയാക്കി കഴിഞ്ഞത് മുതൽ നമ്മുടെ തലയിൽ ഈ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അടിപൊളിയാക്കി. അതായത് എല്ലാവർക്കും യൂസ്ഫുൾ തന്നെ. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും അത് പാക്ക് ആക്കിയോ. നമ്മള് ഒരു കിൽക്കാൻ പറ്റി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാണ് അല്ലേ? ഇത് കൊടുക്കുമ്പോൾ റിയാക്ഷൻ അതും പാക്ക് ചെയ്തോട്ടല്ലേ? ഇത് എന്തായാലും ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നമ്മൾ കാണിക്കില്ല, ഇത് കാണിച്ച് കൊടുത്തിട്ട് അവളെ റിയാക്ഷൻ നോക്കിയിട്ട് ഇത് കൊടുക്കുള്ളൂ. ഓക്കെ. വലിയതില് തന്നെ ഒന്ന് തന്നിട്ടുണ്ട് സാധനം. നമ്മുടെ കിളിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ല സിംഗിയെ, നമുക്കിത് പ്രാങ്ക് ചെയ്തൂടെ? ഇത് പ്രാങ്ക് അല്ലേ? ബർത്ത്ഡേ പ്രാങ്ക് അല്ലേ? വാ. അപ്പൊ ഓൾക്കുള്ള വേറൊരു നല്ല പ്രാങ്ക് കൊടുക്കാം. പക്ഷെ ഇതൊരു പ്രാങ്ക് ആയിക്കോട്ടെ. സൈബ് ഉറങ്ങ കേട്ടോ. വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തായിരുന്നു. ഉറങ്ങാണ്. നമുക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് കിട് തുറന്ന് പുറത്ത് വെച്ചോ. തൊപ്പി സാരല്ലേ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അതെ. കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് മുമ്പ് ഓള് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ തൊപ്പി ഇതിലേക്കായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ. അല്ലേ? വാ കിടക്ക്, വാ ഓടി വാ. ഹാപ്പി ബർത്ത്ഡേ സൈബ, ഹാപ്പി ബർത്ത്ഡേ സൈബ, ഹാപ്പി ബർത്ത്ഡേ സൈബ, ഹാപ്പി ബർത്ത്ഡേ സൈബ. വീണ് കിട്ടി നിനക്കൊരു ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ സൈബ, ഹാപ്പി ബർത്ത്ഡേ സൈബ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സൈബ. എന്താ സ്വയം നിന്ന്? എനിക്കോ? എനിക്കില്ല. ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞ് എടി ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് വാങ്ങാതിരിക്കോ കാക്ക മോളെ? അപ്പൊ ദാ സൈബക്കുള്ള ഗിഫ്റ്റ്. സൈബ ഗിഫ്റ്റ് എന്നാ അല്ല എടുക്ക്, ഓപ്പൺ ചെയ്യ, അൺബോക്സ് ചെയ്യ. ഗിഫ്റ്റ് തന്നെയാണ് നോക്കുന്നത്. വാല്യുബിൾ ഗിഫ്റ്റാ, നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റാ. എന്തേ
സൈബക്ക് ഇഷ്ടപ്പെടും. തൊപ്പി ഓരോന്നില് സൈബ എന്താണ് എന്ത് അന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്താണ് ഓള് ചെറുതല്ല ഓള് വലിയതല്ല. എന്ത് എന്താ പറഞ്ഞതാ ചെയ്യുമ്പോ ഓള് വലുതാണ്. എന്താ എന്തേ നല്ല അടി അടുക്ക 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 ഈ വാ സെറ്റ് ചെയ്യാ വാ ഒന്ന് വാ ഒന്ന് വാ ആ തൊപ്പി വെക്കോ അടുക്ക് അടുക്ക് അവിടേക്ക് പറഞ്ഞേക്ക് ഈ ഇപ്പൊ കണ്ട അല്ല അടുക്ക് അവിടേക്ക് പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒറ്റ കാര്യം അവിടേക്ക് ഇതൊന്ന് വെക്ക് പറഞ്ഞേക്ക്. ചെലപ്പോ ഇതല്ലെങ്കിലോ ഗിഫ്റ്റ് യാലിച്ചോക്ക് അവിടേക്ക് ഇത് വെക്ക് അവിടേക്ക് അവിടേക്ക് എവിടെ നോക്കി ഇത് പിടിച്ച ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്വാ നോക്കി ഇത് കിലുങ്ങുണ്ട് കിലുങ്ങുണ്ട് ഇത് കിലുങ്ങുണ്ട് ഇത് കിലുങ്ങുണ്ട് അല്ല ഇത് കിലുങ്ങുണ്ട് അടുക്ക അടുക്ക ഓക്കെ 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 അപ്പൊ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ആ അപ്പൊ ഓക്കെ ഒറ്റ മിനിറ്റ് അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി. അതായത് ഇതിലാകെ ഓൾക്ക് ഇഷ്ടപ്പെടുക കാരണം ഓള് കുറച്ച് വലിയ കുട്ടിയായതാ. അപ്പൊ ഇതില് അല്ല 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 ഞാൻ പറഞ്ഞ ഇതിന്റെ കിലുക്കാമണി ഒഴിവാക്കിയ സെറ്റാ. എന്ത് കിലുക്കാമണി ഒഴിവാക്കണ്ട അല്ല അല്ല അമ്മ അമ്മ ആ പ്രശ്നം എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിമ്മ അല്ല എന്റെ ഭാഗത്ത് തെറ്റ് പറ്റി. കാരണം എന്താ അറിയോ ഓള് വലിയ കുട്ടിയായല്ല അവിടേക്ക് അവിടേക്ക് എന്താ സംഭവം എന്നറിയോ നോക്ക് ഈ കിലുക്കാമണി ഒഴിവാക്കിയ ഓൾക്ക് പറ്റി. അഞ്ഞിപ്പോ ഒരു സാധനം പറഞ്ഞതാ കേക്ക് കിട്ടാത്ത ഈ ചോദിച്ചു വാ ഓക്കെ ഓക്കെ ഇത് പിടിച്ചേ ഈ വാ എന്റെ കൂടെ വാ നിങ്ങൾ വരി വരി നിങ്ങൾ എന്താ നിങ്ങളെ പണി കൊണ്ട് അത് വെക്ക് അത് വെച്ചാലേ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അത് വെക്ക് അത് വെക്ക് ഇത് വെക്ക് അല്ല അത് പൊട്ടി അല്ല അവിടേക്ക് വാ കറി സാധനം വാങ്ങി നിങ്ങൾ ആര് പറഞ്ഞു അതിന് കൊണ്ടുപോയി സാധനം വാങ്ങിച്ചു കൊടുക്കാലോ അല്ലേ. അതെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഗസ് എന്താ എനിക്ക് സാധനം ഗസ് ഇത് പിടിക്ക് ഉമ്മ ഇതൊന്ന് പിടിച്ചു നോക്കി നിങ്ങള് ഇതെങ്ങനെയുണ്ട് വെയിറ്റ് ആ ഇവിടെ ഇരിക്ക് സ്നേഹമുള്ളത് ആ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഏത് ടെഡിയാണ് ഈ ആഗ്രഹിച്ച് പക്ഷെ ടെഡിനെക്കാട്ടി ടെഡി ഇവിടെ ഒരു 100 എണ്ണം ഉണ്ട് ഇവിടെ 100 ഉണ്ടല്ലേ അമ്മ ഇവിടെ വലുപ്പമുള്ളവര് എന്നാ ഓക്കെ ഇതൊന്ന് പൊട്ടിച്ചോ കറക്റ്റ് നമ്മള് കാണട്ടെ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടത് സാധനം ഗസ് ചെയ്യും തുറക്ക് നല്ല അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാ ഇതേപോലെ അനക്ക് വേണ്ടല്ലോ അപ്പൊ വേണ്ടല്ലോ അല്ലേ തുറക്കങ്ങട്ട് പൊട്ടിക്കാൻ കഴിവില്ല എനിക്ക് എന്താണ് എന്താണ് ഇതെന്താ ഒരു കാലത്ത് പൊട്ടിക്കാൻ പറ്റാത്ത മാതിരിയാണല്ലോ പാക്ക് ചെയ്ത് വെച്ചേ എന്താണ് എന്താ സൈബ എന്ത് തുറക്ക്
സ്കേറ്റിംഗ് ബോർഡൊക്കെ ഇവിടെ ഇല്ലേ? മനസ്സ് എന്താണ് ഇപ്പൊ അത്? ഡോക്ടർ സെറ്റ്. ട്രോളി കാണിച്ചു കൊടുത്ത ഓ ഒരു ഡോക്ടറായി ഇപ്പൊ. എങ്ങനുണ്ട് ബർത്ത്ഡേ ഒക്കെ ഉണ്ട്? അടിപൊളി. ഇവിടെ ഒന്ന് അടുത്തേക്കൊന്നെ. ഇതൊക്കെ കരഞ്ഞ് കോഞ്ഞാട്ടയക്കണ്. ഈ എന്താ കുഞ്ഞു കുട്ടിയാ ഇതൊക്കെ കരഞ്ഞിട്ടുള്ള അവസ്ഥ? ഇപ്പൊ വലിയ കുട്ടിയാണെങ്കിൽ കരഞ്ഞ സാധനം വാങ്ങൂല. എനിക്ക് ഓനാടല്ല അല്ല വിളിച്ചിട്ടുണ്ട്. റാശിയല്ലേ മേടിച്ചതാ എന്നാ ചെല്ല്. റാശിന് മേടിച്ചാ തൊട്ടെ പൈസ കൊടുത്ത് ചെലവാക്കി മേടിച്ചാല് സാറിന്റെ ഞാൻ എടുത്തോളാം. ഇതെങ്ങനെ കൊണ്ടുപോകാന്ന് കാണിച്ചെടുത്ത് ആദ്യം കാണിക്ക്. തുറക്കണതിന് മുന്നേ കൊണ്ടുപോകൽ എങ്ങനെയാന്ന്? എങ്ങനെ ഈ ആഗ്രഹിച്ചിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അല്ല എനിക്ക് ടെഡിയല്ലേ വേണ്ടത്. ഇത് കൊണ്ട് ടെഡി മേടിച്ചിട്ടെ. ഇതാണ് വേണ്ടത്? ടെഡിയാണോ വേണ്ടത്? ഒന്ന് ഓടിച്ചത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാ അറിയോ ചെയ്ബാ? ഇത് മൊത്തം സെറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മളിത് ലെങ്ത് ആയിട്ട് ഇത് എഡിറ്റ് ചെയ്ത് വേണം നിങ്ങൾക്ക് ഇട്ട് തരാൻ വേണ്ടിട്ട്. നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നല്ലേ അല്ലേ? ഡെയിലി വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരണം. വാ, ഇതൊന്ന് ഉള്ളു കാണിച്ചെടുക്കും. വാ, കണ്ടില്ല? ഇതൊക്കെ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ മൊത്തം സെറ്റ് ചെയ്ത് വരുന്ന കാണിച്ചു വരുമ്പോത്തിന് എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ കഴിയും. വേണമെങ്കിൽ ഓളെ ചാനലിൽ ഓൾ തന്നെ അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നോളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തട്ടോ. നല്ല പണി കൊടുത്തില്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്ത് കേക്ക് ഉണ്ടല്ലോ വിചാരിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത നാളത്തെ എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.